ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച CPI രാഹുൽ വീണ്ടും മത്സരിക്കുമെന്ന സൂചന നിലനിൽക്കെ ദേശീയ നേതാവായ ആനി രാജയെ തന്നെ വയനാട്ടിലിറക്കുകയാണ് CPI. മാവേലിക്കരയിൽ പല ചർച്ചകൾക്കുമൊടുവിൽ യുവനേതാവ് CA അരുൺകുമാർ തന്നെ മത്സരിക്കട്ടെ എന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം മത്സരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ അറിയിച്ച പന്നിൻ രവീന്ദ്രൻ തന്നെയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി. കളം വ്യക്തമായ തൃശ്ശൂരിൽ VS സുനിൽകുമാർ എത്തുന്നതോടെ പോരാട്ടം കനക്കും. തിരുവനന്തപുരത്തെ ജനങ്ങൾ സാധാരണഗതിയിൽ നിന്നും ഒരുപാട് ചിന്തിക്കുന്ന ആളുകളാണ്. വിവരമുള്ളവരാണ്, വിവേകമുള്ളവരാണ്, വിജ്ഞാനമുള്ളവരാണ്, വകതിരിവുള്ളവരാണ്. അവർ ഈ നാട്ടിൽ നന്മയുടെ വഴിയിലേക്ക് അവരുടെ വോട്ട് രേഖപ്പെടുത്തുമെന്ന് എനിക്കറിയാം. ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് നേരിട്ട് ബന്ധമുള്ളതാണ്. ജന്മം കൊണ്ട് കണ്ണൂരാണെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരമാണ്. മത്സരത്തിൽ ജയിക്കും. ത്രികോണാണെങ്കിലും ഇനി ചതുഷ്കോണ മത്സരമാണെങ്കിലും തൃശ്ശൂരിൽ ഞങ്ങൾ LDF തവണ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. രാഷ്ട്രീയ അടിത്തറയ്ക്ക് വെച്ച് നോക്കുമ്പോൾ UDFും LDFും തന്നെയാണ് അവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ എന്ന് പറയുന്നത്. അപ്പം എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഉള്ള ആളാണ്. ഞാനവിടെ നിന്നിട്ട് പിന്നെ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജനങ്ങൾ നമ്മളെ അവരുടെ ഭാഗമാക്കി എടുക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്.